ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാറശാല ജഗോവാനിസി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും കുടുംബങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നവവത്സര ആശംസകൾ അറിയിക്കുകയാണ്. 2024 എന്നത് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും കാലമെന്ന് പലരും അനുഭവിച്ചു. എന്നാൽ മറുഭാഗത്ത് കർത്താവ് നമുക്ക് ഒരു കൊയ്ത്തിന്റെ വർഷമായി തന്നു. മാത്രമല്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, മിഥ്യാനിയരെ ഒരൊറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും എന്ന വാഗ്ദത്ത വചനം സഭയ്ക്ക് നൽകിയെങ്കിൽ, അതെ, 2024 വർഷം മിഥ്യാന്യ ശക്തികൾ സഭയ്ക്കെതിരെ തല ഉയർത്തി ശക്തമായ പോരാട്ടങ്ങൾ വലിച്ചിട്ടു. എങ്കിലും നിസ്സാരമായി അതിനെ ജയിക്കുവാൻ, ശത്രുവിൻ്റെ തലയെ തകർക്കുവാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ 2025 എന്ന പുതിയ വർഷത്തിലേക്ക് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതേ പ്രിയരെ, ഈ പുതിയ വർഷം ഒരു ഉണർവിൻ്റെ വർഷമാണ്. ചെറിയവൻ മഹാജാതിയായി തീരുമെന്നാണ് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം. അതുകൊണ്ട് ഈ വർഷം കർത്താവ് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അതുമാത്രമല്ല, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകിത്തരും. അതെ, ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഒരു സമാധാനപരമായ അന്തരീക്ഷം ഓരോ കാലങ്ങളിലും തൻ്റെ ജനത്തിന് ദൈവം നൽകിയതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ മിഥ്യാന്യ ശക്തികൾ യുദ്ധം ചെയ്തുവെങ്കിലും അതിനുശേഷം ഒരു സമാധാന അന്തരീക്ഷം സഭയ്ക്ക് നൽകി. അതെ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹത്തിലേക്ക് ഉയർത്തി എല്ലാ നിലകളിലുള്ള സാമ്പത്തിക, ആത്മീക, ശാരീരിക അനുഗ്രഹങ്ങളും 2024 എല്ലാ കുടുംബങ്ങൾക്കും സകല വിശ്വാസികൾക്കും കർത്താവ് നൽകട്ടെ. ചെറിയവൻ മഹാജാതിയായി തീരുമെന്നാണ്. ആമേൻ. കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയായി തീരും. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഈ വർഷം ഞാൻ ഓരോ സഭകളെയും പ്രോത്സാഹിപ്പിക്കുന്നത് 10-100 വിശ്വാസികളുള്ള കുടുംബങ്ങൾ കുറഞ്ഞത് 1000 ആത്മാക്കളുള്ളതായി വളരണം. 1000-ഓളം വിശ്വാസികളുള്ള സഭകൾ ഒരു മഹാജാതിയായി തീരണം. ആ ദർശനത്തോടെ പ്രാർത്ഥനയും സുവിശേഷീകരണ പദ്ധതികളും ആമേൻ നമ്മുടെ സഭകളിൽ തയ്യാറാക്കാം. നമ്മുടെ സഭയിൽ അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാ കൂട്ടുവേലക്കാരെയും, അതുപോലെ എല്ലാ ലീഡേഴ്സിനെയും, എല്ലാ പ്രാർത്ഥനാ പങ്കാളികളെയും, സകല വിശ്വാസികളെയും ആ ദർശനത്തിലേക്ക് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ്. നാം ഒരുമിച്ച് നിൽക്കാം, പ്രവർത്തിക്കാം. 2025 ഒരു അനുഗ്രഹ വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ച് ഒരു പ്രാവശ്യം കൂടെ 2025 വർഷത്തിൻ്റെ നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ മിഥ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് സഭയ്ക്ക് തന്ന വാഗ്ദത്തം, അതുപോലെ എതിർത്തു വന്ന ശത്രുക്കളെ തോൽപ്പിച്ച് ജയകരമായ ഒരു വർഷം നൽകിയതിനാൽ നന്ദിയോട് സ്തോത്രം. 2025 ആമേൻ ചെറിയവൻ മഹാജാതിയായി തീരുമെന്നാണല്ലോ. അതുകൊണ്ട് കർത്താവെ, വലിയൊരു കൂട്ടം ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിങ്കലേക്ക് വരുവാൻ കാരണമാക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ദ ഇയർ ഓഫ് റിവൈവൽ എന്നാണല്ലോ ഈ വർഷത്തെ തീം തന്നിരിക്കുന്നത്. അതെ, ഉണർവിൻ്റെ വർഷം. ഞങ്ങൾ സാക്ഷാൽ ഉണർവ് കാണുവാൻ, അനുഭവിപ്പാൻ, ഉണർവിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ പദ്ധതികളും സുവിശേഷീകരണ പദ്ധതികളും തയ്യാറാക്കി എല്ലാ വിശ്വാസികളും കൈയോട് കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ആ വലിയ വിജയം കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല വിശ്വാസി കുടുംബങ്ങൾക്കും ശാരീരിക, മാനസിക, ആത്മീക മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ ഉയർച്ചയും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നോട് കൂടെയിരിക്കും, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അതെ, നിനക്ക് ഞാൻ സ്വസ്ഥത വരുത്തുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനം പോലെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ സ്വസ്ഥത അനുഭവിച്ച് കർത്താവെ ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് സകല വിശ്വാസികളെയും കുടുംബങ്ങളെയും
പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.